ഒരു റാപ്പ് ഡ്രസ്സാണ് തയ്ക്കാൻ പോകുന്നത്. അപ്പോൾ ആ റാപ്പ് ഡ്രസ്സ് തയ്ക്കാൻ വേണ്ടിയിട്ടുള്ള അളവുകളാണ് ഞാനിവിടെ എഴുതി വെച്ചിരിക്കുന്നത്. റാപ്പ് ഡ്രസ്സ് നല്ല ഏത് ഡ്രസ്സിനായാലും നമ്മൾ ഈ അളവുകളെല്ലാം നോക്കി വെച്ചെടുക്കണം. ഒന്നെങ്കിൽ നമ്മളുടെ ദേഹത്ത് തന്നെ ഇട്ടെടുക്കുക, അല്ലെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, നല്ല അളവായിട്ടുള്ള തയ്ച്ച ഡ്രസ്സ്, റെഡിമെയ്ഡ് ഡ്രസ്സല്ല, തയ്ച്ച ഡ്രസ്സ് എടുത്ത് അതിൻ്റെ അളവുകളായിട്ട് എഴുതി വെക്കുക. അപ്പോൾ ഇവിടെ എന്തൊക്കെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് ഇവിടെ എഴുതിയിട്ടുണ്ട്. ഷോൾഡർ എന്ന് പറയുന്നത് ഇവിടെ മുതൽ ഇവിടം വരെയുള്ള നീളമാണ്. അതാണ് ഞാനിവിടെ 11 ഇഞ്ച് എഴുതിയേക്കുന്നത്. അപ്പോൾ നെക്സ്റ്റ് എന്ന് പറയുന്നത് അപ്പോൾ ഇത് തയ്ച്ച ഡ്രസ്സിൻ്റെ കാര്യമാണ് പറയുന്നത്. അപ്പോൾ നെക്സ്റ്റ് എന്ന് പറയുന്നത് നെക്ക് എന്ന് പറയുന്നത് ഇവിടം തൊട്ട് ഇവിടം വരെയുള്ള എനിക്ക് 6 ഇഞ്ചസാണ് വേണ്ടുന്നത്. അപ്പോൾ ഇനി അടുത്തതെന്ന് പറയുന്നത് ഇതാണ്ട് ആം ഹോളാണ്. ആം ഹോളിനെ ഉദ്ദേശിച്ചത് ഈ വട്ടമല്ല, പകരം നമ്മളിങ്ങനെ വരച്ച് സ്ട്രൈറ്റായിട്ട് വരച്ചിട്ട് ഇങ്ങോട്ട് വരച്ച് വെട്ടും. അപ്പോൾ ഇതിൻ്റെ ഈ ലെങ്താണ് 8 ഇഞ്ചെന്ന് ഞാൻ എഴുതി വെച്ചിരിക്കുന്നത്. 8 ഇഞ്ചെന്ന് എഴുതി വെച്ചിരിക്കുന്നത്. അതുപോലെ ദാണ്ട ഇത് ബോഡി ലെങ്ത് എന്ന് ഉദ്ദേശിക്കുന്നത് ഈ ഷോൾഡർ തൊട്ട് അതിനകത്ത് ഈ ഷോൾഡർ തൊട്ട് ദാണ്ട ഇവിടെ വരെയുള്ള തയ്യൽ വരുന്നിടം വരെയുള്ള ആ ലെങ്ത്, അതാണ് എന്ത് 13 ഇഞ്ചസ് എന്ന് പറയുന്നത്. ഇതിനകത്ത് ഇപ്പോൾ ഈ വരച്ചേക്കുന്നതിനകത്ത് ഒന്നും തന്നെ തയ്യൽ തുമ്പിൻ്റെ കാര്യം ഞാൻ പറഞ്ഞിട്ടില്ല, തയ്യൽ തുമ്പ് നോക്കിയിട്ടില്ല. തയ്യൽ തുമ്പ് പകരം എങ്ങനെയാണ് എടുക്കുന്നത്? അപ്പോൾ നമുക്ക് ഇത് തയ്ച്ച ഡ്രസ്സായതുകൊണ്ട് ആ തയ്ച്ച ഡ്രസ്സിൽ തയ്യൽ എല്ലാം അകത്ത് കിടക്കുമായിരിക്കുമല്ലോ. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവിടെയും ഈ പറഞ്ഞ 11 ഇഞ്ചിലും എന്ത് ചെയ്യുന്നില്ല, തയ്യൽ തുമ്പൊന്നും നോക്കിയിട്ടില്ല, അതിനകത്തൊന്നും തയ്യൽ തുമ്പ് നോക്കിയിട്ടില്ല. അപ്പോൾ ഇതെല്ലാം എന്ത് ചെയ്യണം, നമ്മളുടെ ഒറിജിനൽ അളവുകൾ ആണ്. ഇനി തയ്യൽ തുമ്പ് എങ്ങനെ എടുക്കണമെന്ന് പറഞ്ഞുതരാം. അതായത് നമ്മുടെ ഈ ഷോൾഡർ ലെങ്തിൻ്റെ കൂടെ അതിൻ്റെ തയ്യൽ തുമ്പ് എന്ത് ചെയ്യണം, അര അങ്ങോട്ടും അര, അതായത് നമ്മൾ പകുതിക്ക് വെട്ടുന്നുണ്ട്, അര എന്നുള്ളത് കൂട്ടിയാൽ മതി. അതായത് രണ്ട് സൈഡിലും അര, അതായത് 11 ആണെങ്കിൽ നമ്മൾ 12 എടുക്കുക. 11 ഇഞ്ച് ആണ് നമ്മളുടെ തയ്യൽ തുമ്പ് വേണം. അപ്പോൾ ഏത് അളവാണെങ്കിലും അതിൻ്റെ കൂടെ 1 ഇഞ്ചും കൂടെ കൂടുതൽ എടുക്കുക. തയ്യൽ തുമ്പിനാണ് 1 ഇഞ്ച്, അതായത് അര ഇഞ്ച് അപ്പുറവും അര ഇഞ്ച് ഈ ഭാഗത്തും പോവും, അര ഇഞ്ച് ഈ ഭാഗത്തും പോവും. അപ്പോൾ അതുകൊണ്ട് 1 ഇഞ്ച് എന്നുള്ളത് എടുക്കുക. നെക്സ്റ്റ് നെക്കാണ്. കഴുത്തിൽ നമ്മൾ തയ്യൽ എന്ത് ചെയ്യത്തില്ല, ഇതിപ്പോൾ ഇവിടം വരെ നമ്മൾ ആ തയ്യൽ ഇവിടം വരെ വരാണ്ട് തയ്യൽ കയറ്റി അടിച്ചേക്കും. അതുകൊണ്ട് എന്ത് ചെയ്യുക, തയ്യൽ ഇങ്ങോട്ട് എടുക്കുക. അതിന് വേണ്ടിയിട്ടാണ് 1 ഇഞ്ച്, അര ഇഞ്ച് കുറയ്ക്കാൻ വേണ്ടിയിട്ട്. അത് നമ്മൾ നെക്ക് തയ്ക്കുമ്പം പൊതുവേ അര ഇഞ്ചൊന്നും അകത്തോട്ട് പോകത്തില്ല. അപ്പോൾ രണ്ട് സൈഡിലും കാൽ ഇഞ്ച് വെച്ചിട്ട് അങ്ങനെ അര ഇഞ്ച് കുറച്ചെടുക്കുകയാണ്. അപ്പോൾ എന്ത് ചെയ്യുക, നെക്കിന് വേണ്ടിയിട്ട് നമ്മുടെ റെഡിമെയ്ഡ് അല്ല, നമ്മുടെ നേരത്തെ തയ്ച്ച് വെച്ചിരിക്കുന്ന ഡ്രസ്സിൽ ഉള്ള നെക്ക് എത്രയാണോ അതിൽ നിന്ന് അര ഇഞ്ച് കുറച്ചെടുക്കുക. ഇനി അടുത്ത ആം ഹോളാണ്. ആം ഹോളിന് ഞാൻ നേരത്തെ പറഞ്ഞു ഉദ്ദേശിക്കുന്നത് ഇവിടം തൊട്ട് ഇവിടം വരെയുള്ള ആ നീളമാണ്. അതുകൊണ്ട് ഈ ഒരു നീളമാണ് ആം ഹോൾ എന്ന് ഉദ്ദേശിക്കുന്നത്. ഈ നീളം മാത്രമേ. അപ്പോൾ ഈ നീളമാണ്. ആ നീളം 8 ഇഞ്ചാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ ഒരു അരയും കൂടെ ചേർത്ത്, അതായത് മേളിലോട്ട് വരുന്ന തയ്യൽ തുമ്പാണത്. അപ്പോൾ അതിൻ്റെ കൂടെ എന്ത് ചെയ്യുക, ഒരു അരയും കൂടെ ചേർക്കുക, അതായത് 8 എന്ന് വരും. നെക്സ്റ്റ് ബോഡി ലെങ്ത് ആണ്. ബോഡി ലെങ്ത് എനിക്കിവിടെ 13 അരയാണ്, 13 ഇഞ്ച്. ഇപ്പോൾ 13 ഇഞ്ചിൻ്റെ കൂടെ എന്ത് ചെയ്യാം, മേളിലോട്ട് ഒരു അര ഇഞ്ച് പോവും, അതുപോലെ ഇവിടെ താഴോട്ട് ഒരു അര ഇഞ്ച് പോവും. അതുകൊണ്ട് 2 ഇഞ്ച്, അതായത് 1 ഇഞ്ച് ആഡ് ചെയ്തെടുക്കുക. അപ്പോൾ തയ്യൽ തുമ്പ് ഇവിടെ കൊടുത്തേക്കുന്ന ബ്രാക്കറ്റിൽ കൊടുത്തേക്കുന്ന ഇത്രയും തയ്യൽ തുമ്പുകളാണ്. ആ തയ്യൽ തുമ്പ് ഇത്, അതായത് കഴുത്തിന് മാത്രമേ ഉള്ളൂ നമ്മൾ കുറച്ചെടുക്കുന്നത്. അതായത് 6 ആണെങ്കിൽ 5 എടുക്കുക, അല്ല 5 ആണെങ്കിൽ 4, അതായത് 5 വരാൻ സാധ്യതയില്ല, എല്ലാവർക്കും 6 6.5 വരും. അപ്പോൾ എത്ര ആയാലും എന്ത് ചെയ്യുക, അര ഇഞ്ച് കുറച്ച് എടുക്കുക. അപ്പോൾ ബാക്കിയെല്ലാം കൂട്ടി തന്നെ എടുക്കുക. ഇതുപോലെ തന്നെ ചെയ്യാനായിട്ട് നോക്കുക. അപ്പോൾ ഇത്രയും അളവുകളാണുള്ളത്. ഇത് നമ്മൾ ഒന്നുകിൽ സ്വന്തം ഷോൾഡറിൽ വെച്ച് നോക്കുക, അല്ല നമ്മുടെ തയ്ച്ചു വെച്ചിരിക്കുന്ന ഡ്രസ്സാണെങ്കിൽ അതിനകത്ത് തയ്യൽ തുമ്പൊക്കെ അകത്തായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തയ്യൽ തുമ്പൊന്നും നോക്കാതെ ഈ അളവുകൾ എടുക്കുക. അതിനുശേഷം ഈ പറഞ്ഞ കാര്യങ്ങൾ ആഡ് ചെയ്യുകയാണെങ്കിൽ ആഡ് ചെയ്യുക, സബ്ട്രാക്ട് ചെയ്യാനാണെങ്കിൽ സബ്ട്രാക്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഇതിൻ്റെ എല്ലാം ഇപ്പോഴത്തുള്ള അളവ്, അതായത് നമ്മളിത് തയ്യൽ തുമ്പ് ഉൾപ്പെടെ ആഡ് ചെയ്തിട്ട് എത്ര വരും എന്നുള്ളത് ഞാൻ എഴുതുവാണ്. ഇവിടെ എനിക്ക് 12 ഇഞ്ചുണ്ട്, അതുപോലെ ഇവിടെ 6.5 ഇഞ്ചുണ്ട്, ഇവിടെ 8.5 ഇഞ്ചുണ്ട്, 6.5 അല്ല 5.5 ഇഞ്ച്, ഇവിടെ 8.5 ഇഞ്ചുണ്ട്, ഇവിടെ 14.5 ഇഞ്ചുണ്ട്. ഇതാണ് നമ്മൾ ബോഡിയിൽ, അതായത് നമ്മളുടെ തുണിയിലെടുക്കാൻ പോകുന്ന അളവ്. അപ്പോൾ ഇതിൻ്റെ കൂട്ടത്തിൽ ഷേപ്പിന് വേണ്ടിയിട്ട് ഇവിടെ ബസ്റ്റ് സൈസിൻ്റെ ഞാൻ എഴുതുന്നുണ്ട്. ബസ്റ്റ് സൈസ് 36 ഇഞ്ചാണ്. ഇനി എടുത്തുപോലെ അതുപോലെ അതിൻ്റെ താഴെയുള്ള ഭാഗം എന്ന് പറഞ്ഞാൽ 32 ഇഞ്ചുമാണ്. ഇത് രണ്ടുമാണ് എടുക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം ഇത് പേപ്പറിൽ വെട്ടാം. അപ്പോൾ അതിനായിട്ട് നമ്മുടെ ലെങ്ത് ആയിട്ടുള്ള 14.5 ഇഞ്ചാണ് ഞാനിവിടെ എടുക്കുന്നത്. ആ 14.5 ഇഞ്ച് ഈ പേപ്പറിലൊന്ന് മാർക്ക് ചെയ്യാം. അത് ഒരു സ്കെയിൽ കൊണ്ട് നമുക്ക് ഇതുപോലെ നീളത്തിൽ അങ്ങ് വരയ്ക്കാം. അപ്പോൾ ഇതിനകത്ത് നീട്ടി അങ്ങ് വരച്ചേക്കണം, കാരണം ഇത്രയും വരെയാണ് നമ്മുടെ ലെങ്ത് വരാൻ പോകുന്നത്. ഇനി ഈ ലൈനിലാണ് നമ്മൾ ഓരോ മാർക്കിങ്സും കൊടുക്കുന്നത്. അപ്പോൾ അതിന് നമുക്കതിൻ്റെ ഷോൾഡർ ലെങ്ത്
12 തയ്യൽ തുമ്പ് ഉൾപ്പെടെ. അപ്പോൾ അതിൻ്റെ പകുതി അതായത് 6 ഇഞ്ച് നമുക്ക് എടുക്കാം. ഞാനൊന്ന് പറഞ്ഞായിരുന്നു പകുതി എടുക്കണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ 12 പകുതി 6 അറിയാം, എങ്കിലും പകുതി എടുക്കണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ 12 അതിൻ്റെ അറ്റവും കൂടെ ചേർത്തിട്ട് ഇങ്ങനെ മടക്കി കഴിയുമ്പോൾ നമുക്ക് പകുതി കിട്ടും. അപ്പോൾ ആ പകുതി എന്ത് ചെയ്യുക, ഇവിടെ മാർക്ക് ചെയ്യാം. അത് മാർക്ക് ചെയ്തു. ഇനി നെക്കിൻ്റെ അളവായിട്ടുള്ള നെക്കിന് 5.5 ഇഞ്ചാണ്. അപ്പോൾ അതിൻ്റെ ഏകദേശം ഒരു പകുതി എന്ന് പറയുമ്പോൾ ഒരു 2.25 ഇഞ്ച്. 2.5 എടുത്താൽ മതിയാവും, വലിയ ആൾക്കാർക്കൊക്കെ 2.5 മതിയാവും. അപ്പോൾ 2.5 ഇഞ്ച് നമുക്ക് എന്ത് ചെയ്യാം, അവിടെ മാർക്ക് ചെയ്യാം, നെക്കിൻ്റെ അളവായിട്ട് മാർക്ക് ചെയ്യാം. ഇനി അത് സ്ട്രെയിറ്റ് ആയിട്ട് ഷോൾഡർ ലെങ്തിൽ നിന്ന് സ്ട്രെയിറ്റ് ആയിട്ട് താഴോട്ടൊന്ന് വരയ്ക്കാം. അവിടെ നമ്മുടെ കൈക്കുഴിയുടെ അളവായിട്ടുള്ള 8.5 ഇഞ്ച് അത് മാർക്ക് ചെയ്യാം. എന്നിട്ട് അതും എന്ത് ചെയ്യാം, ഒരു റെക്റ്റാങ്കിൾ പോലെ അങ്ങോട്ട് പെർപെൻഡിക്കുലറായിട്ട് വരച്ചു കൊടുക്കാം. ഇനി ഇതുപോലൊരു സ്കെയിലുണ്ടെങ്കിൽ നല്ലതാണ്, കാരണം നമുക്ക് എന്ത് ചെയ്യാം, കൈക്കുഴി വെറുതെ നമ്മളായിട്ട് വളച്ച് വെട്ടേണ്ട കാര്യമില്ല. ഈ ഒരു സ്കെയിൽ വെച്ചിട്ട് അത് നല്ലപോലെ വെച്ചിട്ട് എന്ത് ചെയ്യാം, വളച്ചങ്ങ് വെട്ടാം, വളച്ചങ്ങ് വരയ്ക്കാം, വരച്ചതിന് ശേഷം വെട്ടാം. അപ്പോൾ ഇത് ബാക്കിലത്തെ കഴുത്താണ്, അതുകൊണ്ട് കൈക്കുഴി എടുത്ത് വെട്ടേണ്ട കാര്യം ഇപ്പോൾ ഇല്ല. അപ്പോൾ ഇതാണ്ട് 36 ഇഞ്ചാണ് നമുക്ക് നെഞ്ചളവ്, അതായത് ബസ്റ്റ് സൈസ് കിട്ടിയേക്കുന്നത്. ആ 36 ഇഞ്ചിൻ്റെ പകുതിയുടെ പകുതി, അതായത് 36/4 എന്ത് ചെയ്യാം, ഒരു 9 ഇഞ്ച് നമുക്ക് കിട്ടും. അതിൻ്റെ കൂടെ ഒരു 2 ഇഞ്ച് തയ്യൽ തുമ്പും കൂടി എടുക്കാം. അപ്പോൾ അതായത് 11 ഇഞ്ച്. നമ്മൾ ആ കൈക്കുഴി മാർക്ക് ചെയ്തതിൻ്റെ അടുത്ത് ആ 11 ഇഞ്ച് എന്ത് ചെയ്യുന്നത്, നീളത്തിൽ ഇതുപോലെ എടുക്കാം. പിന്നെ നമ്മുടെ അരവണ്ണം എന്ന് പറഞ്ഞാൽ 32 ഇഞ്ചാണ്, അതിൻ്റെയും 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാം, അതായത് 8 ഇഞ്ച്. അതിൻ്റെ കൂടെ എന്ത് ചെയ്യാം, നേരത്തെ പറഞ്ഞ പോലെ 2 ഇഞ്ച് തയ്യൽ തുമ്പും കൂടി ഇട്ട് 10 ഇഞ്ച്. ആ 10 ഇഞ്ച് നമ്മളിങ്ങനെ അളന്നെടുക്കുന്നതിന് മുമ്പ് നമ്മൾ നേരത്തെ മാർക്ക് ചെയ്ത 11 ഇഞ്ച് ഉണ്ടല്ലോ, ആ കൈക്കുഴിയുടെ അടുത്ത് 11 ഇഞ്ച് മാർക്ക് ചെയ്തു. അപ്പോൾ അതിൽ നിന്ന് ഒരു 3.5 ഇഞ്ച് താഴോട്ട് എടുക്കണം. 3.5 ഇഞ്ച് താഴോട്ട് എടുത്തിട്ട് ഒരു 3.5 4 3.5 മതി, 3.5 ഇഞ്ച് താഴോട്ട് എടുത്തിട്ട് 10 മാർക്ക് ചെയ്യാം. 10 മാർക്ക് ചെയ്തു. എന്നിട്ട് എന്ത് ചെയ്യാം, അവിടെ നിന്നൊരു ഷേപ്പിൽ, അത് നമുക്ക് ഷേപ്പ് കിട്ടാൻ വേണ്ടി മാത്രമായിട്ട് വരയ്ക്കുന്നതാണ്. അപ്പോൾ ഷേപ്പിൽ എന്ത് ചെയ്യാം, വരയ്ക്കാം. അപ്പോൾ ഇത് റാപ്പ് ടോപ്പ് ആയതുകൊണ്ട് നമ്മളിൽ ചുറ്റിയൊക്കെ വെക്കുന്നത് കൊണ്ട് ഷേപ്പ് വന്നോളൂ. ഇനി അടുത്ത് നമ്മളിവിടെ കഴുത്ത് വെട്ടിയിട്ടില്ല, ബാക്കിലത്തെ കഴുത്താണ് ആദ്യം വെട്ടുന്നത്. ഫ്രണ്ടിലത്തെ കഴുത്ത് ഇപ്പോഴേ വെട്ടത്തില്ല. അപ്പോൾ ബാക്കിലത്തെ കഴുത്ത് വെട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ആ കഴുത്തിൻ്റെ അളവെടുത്ത ആ ഭാഗത്തു നിന്ന് ഒരു 2.5 സെൻറ്റിമീറ്റർ, ഇഞ്ചല്ല 2.5 സെൻറ്റിമീറ്റർ താഴോട്ട് മാർക്ക് ചെയ്യാം. അതുപോലെ അത് നേരെ എന്ത് ചെയ്യാം, ഇങ്ങനെ ഒരു റെക്റ്റാങ്കിൾ ഷേപ്പിൽ കൊടുക്കാം. എന്നിട്ട് ചെയ്യേണ്ടത് ദാണ്ട് ഇപ്പോൾ കിട്ടിയ വരയും നേരത്തെ നേരത്തെ നമ്മൾ കറക്റ്റ് ആ കഴുത്ത് എടുത്തെടുത്തും കൂടെ എന്ത് ചെയ്യാം, ഒന്ന് ലൈൻ വരയ്ക്കാം. എന്നിട്ട് അതിൻ്റെ കറക്റ്റ് പകുതിയിലൊന്ന് മാർക്ക് ചെയ്യാം. എന്നിട്ട് ഇതുപോലെ തന്നെ ചെയ്യണം. എന്നിട്ട് ഇപ്പോൾ നമ്മൾ ആ വര വരച്ചില്ലേ, ആ ഒരു കോർണറിൽ നിന്ന് വരച്ച വരയുടെയും പകുതി എടുക്കണം. എന്നിട്ട് ഇതുപോലെ ആ കോർണറിൽ എടുത്ത് ആ നടുക്കത്തെ പോയിൻറ്റിലോട്ട് ഇങ്ങനെ ചേർത്ത് വളച്ച് വരയ്ക്കാം. അപ്പോൾ ഇങ്ങനെ കഴുത്ത് വരച്ചെങ്കിൽ നമുക്ക് ബാക്കിലത്തെ കഴുത്ത് കറക്റ്റായിട്ട് കിട്ടും. നമ്മൾ വലിയ കഴുത്തല്ല എടുക്കുന്നത്, ചെറിയ കഴുത്താണ്. അപ്പോൾ ഈ രീതിയിൽ എന്ത് ചെയ്യും, നമുക്ക് വെട്ടിയും കൂടി എടുക്കാം. അപ്പോൾ ഇതാണ് ഞാൻ ഈ തുണിയാണ് എടുക്കുന്നത്. ഇത് ക്രേപ്പ് മെറ്റീരിയലാണ്. ഞാനിത് 2.5 മീറ്ററാണ് എടുത്തേക്കുന്നത്. സാധാരണ റാപ്പ് ടോപ്പ് തയ്ക്കാൻ വേണ്ടിയിട്ട് 3 മീറ്ററൊക്കെ എടുക്കും. എനിക്ക് വലിയ ഒരു നീളമൊന്നും വേണ്ട, ഞാൻ മുട്ട് വരെയൊക്കെ ഉള്ളത് എടുക്കുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് 2.5 മീറ്റർ എടുത്തത്. അപ്പോൾ ഇതാ ഞാനിത് കണക്കൊന്ന് മടക്കിയിടുകയാണ്. അപ്പോൾ ഇത് ബാക്ക് പോർഷൻ ഇപ്പോൾ വെട്ടുന്നുള്ളൂ. ഫ്രണ്ട് നമുക്ക് സെപ്പറേറ്റ് ഇട്ട് വെട്ടാനേ പറ്റും, കാരണം രണ്ട് രീതിയിലുള്ള കഴുത്തും കട്ടിങ്ങും ഒക്കെയാണ്. അപ്പോൾ അതുകൊണ്ട് ബാക്ക് പോർഷൻ മാത്രം വെട്ടാൻ വേണ്ടിയിട്ട് ഇതുപോലെ പേപ്പർ വെച്ചെടുക്കാം. അപ്പോൾ ഈ പേപ്പർ ഒന്ന് പിൻ ചെയ്തിട്ട് വെട്ടാം.
അപ്പോൾ ഇതൊന്ന് കട്ട് ചെയ്യാം. അതിൻ്റെ കട്ട് ചെയ്ത പീസാണ് ഇവിടെ വെച്ചേക്കുന്നത്. ഇതുപോലെ ഇപ്പോൾ ഫ്രണ്ട് പോർഷൻ കട്ട് ചെയ്യാം. ഫ്രണ്ട് പോർഷൻ കട്ട് ചെയ്യാൻ വേണ്ടി ഇതുപോലെ തുണി എടുക്കുക. ഞാനൊരു അറ്റത്താണ് ഈ തുണി വെട്ടാൻ വേണ്ടിയിട്ട് എടുക്കുന്നത്. ഇതുപോലെ ചേർത്ത് വെച്ചെടുക്കാം. അപ്പോൾ തുണി ചേർത്ത് വെക്കുമ്പോൾ നല്ല വശവും കൂടെ ചേർന്ന് വരുന്ന രീതിയിൽ ഇതുപോലെ തന്നെ മടക്കിയിട്ടെടുക്കുക. ഫ്രണ്ട് പോർഷൻ ഒറ്റ പീസല്ല, രണ്ട് പീസാണ്. അപ്പോൾ അതിങ്ങനെ എടുക്കാം. ഞാൻ ഈ ബാക്ക് പോർഷൻ വെട്ടിയതും ഫ്രണ്ട് പോർഷൻ വെട്ടിയതും തുണിയുടെ അറ്റത്ത് നിന്നാണ്. കാരണം എങ്കിലേ നമുക്ക് സ്കേർട്ട് ഒറ്റയായിട്ട് തന്നെ കിട്ടും. നേരത്തെ ഇട്ട ആ ചാർട്ട് തന്നെ ഇടാം. അതിനകത്ത് ചെറിയ വ്യത്യാസം വരുത്തണമെന്നേ ഉള്ളൂ. അപ്പോൾ അത് ഞാൻ ഇതുപോലെ വെച്ചിങ്ങനെ പിൻ ചെയ്യാം. അപ്പോൾ ദാണ്ട് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ തന്നെ ഈ അറ്റ ഭാഗം ദാണ്ട് ആ കൈക്കുഴിയുടെ ഭാഗത്ത് വരുന്ന രീതിയിൽ തന്നെ വേണം, ഇങ്ങനെ ഇതുപോലെ തന്നെ വേണം നിങ്ങൾ വെക്കാൻ. എന്നിട്ട് നമുക്കിവിടെ അരവണ്ണം എന്ന് പറയുന്നത് എനിക്ക് 33 ഇഞ്ചാണ്. അതിൻ്റെ പകുതി 16 അരയും, പിന്നെ 2 ഇഞ്ച് തയ്യൽ തുമ്പും, പിന്നെ ഒരു ഇഞ്ച്, 1.5 ഇഞ്ച് കൂടി ഞാൻ അധികം ഇടുന്നുണ്ട്. അപ്പോൾ തയ്യൽ തുമ്പെല്ലാം കഴിച്ചിട്ടാണ് അത് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് മൊത്തത്തിൽ ഒരു 19.5 ഇഞ്ചാണ് ഞാൻ മാർക്ക് ചെയ്തത്. ഇനി ഈ കഴുത്തിൽ നിന്ന് ഇതേ കഴുത്ത് തന്നെയാണ്, കഴുത്തിൻ്റെ അളവ് വ്യത്യാസമൊന്നുമില്ല. പക്ഷേ ഇതുപോലെ സ്കെയിൽ വെച്ചിട്ട് ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് നമുക്ക് ആ 19.5 ഇഞ്ച് കിട്ടിയത് വരെ എന്ത് ചെയ്യാം, ഇങ്ങനെ ഒന്ന് മാർക്ക് ചെയ്യാം. and അത് നമുക്ക് വെട്ടിയെടുക്കണം. അപ്പോൾ ആദ്യം ഞാൻ ഈ പേപ്പറാണ് വെട്ടുന്നത്. പേപ്പർ വെട്ടുന്ന കത്രിക വെച്ചിട്ട് തുണി വെട്ടരുത്. അപ്പോൾ തുണി വെട്ടുന്ന കത്രികയുടെ മൂർച്ച പോകും അങ്ങനെ ചെയ്യുകയാണെങ്കിൽ. ഈ തുണിയും കൂടെ വെട്ടിയെടുക്കാം. അപ്പോൾ വെട്ടിയ പീസാണ് കിട്ടിയേക്കുന്നത്. അപ്പോൾ ഇത് 2 ഭാഗത്തുള്ളതുണ്ട്. ഇനി ഇത് ഫ്രണ്ട് പോർഷൻ ആയതുകൊണ്ട് ഒന്ന് കൈക്കുഴി എടുത്ത് വെട്ടാം. അപ്പോൾ അതിന് ഞാൻ ഇവിടെ നിന്ന് വരച്ച് കൈക്കുഴി എടുത്തിട്ടാണ്. അപ്പോൾ ദാണ്ട് ഇതുപോലെയാണ് നമുക്ക് 2 പീസും കിട്ടുന്നത്. അപ്പോൾ 2 പീസും ഇതുപോലെ നമുക്ക് തയ്ച്ച് കഴിയുമ്പം ഈ ഒരു പാറ്റേണിൽ ആണ് റാപ്പ് വരുന്നത്. അപ്പം അതിനായിട്ട് ദാണ്ട് ഈ ഒരു രീതിയിലാണ് നമുക്ക് റാപ്പ് ടോപ്പ് കിടക്കാൻ പോകുന്നത്. അതുകൊണ്ടാണ് ഞാൻ ആ 2 നല്ല വശം ചേർത്ത് വെച്ച് വെട്ടാനായിട്ട് പറഞ്ഞ്. അപ്പോൾ ഇനി ഇതാണ്ട് ഈ ബാക്ക് സൈഡുമായിട്ട് ഇതൊന്ന് ചേർത്ത് വെക്കാം. ബാക്ക് സൈഡുമായിട്ട് കറക്റ്റ് രീതിയിൽ ആ തോളൊക്കെ കറക്റ്റായിട്ട് വരുന്ന രീതിയിലൊന്ന് ചേർത്ത് വെക്കണം. എന്നിട്ട് നമുക്ക് ആ ഷോൾഡർ ഒന്ന് തയ്ക്കണം. അതാണ്ട് ഞാൻ ഇവിടെ നിന്ന് ചേർത്ത് വെച്ച് കാണിക്കുകയാണ്. കറക്റ്റ് അളവാണ്, വ്യത്യാസമൊന്നും വന്നിട്ടില്ല. പിന്നെ ആ ഷോൾഡർ നമുക്ക് ഇവിടെ രണ്ടിടത്തൊന്ന് അടിച്ചു കൊടുക്കണം. അപ്പോൾ ഞാൻ ആ ഷോൾഡർ ഒന്ന് തയ്ക്കുകയാണ്. ഷോൾഡർ തയ്ച്ചിട്ടുണ്ട്. ഇനി നമുക്ക് സ്ലീവ് തയ്ച്ച് ചേർക്കാം. അപ്പോൾ ഈ സ്ലീവാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതൊരു ട്യൂലിപ്പ് സ്ലീവാണ്. ഇത് തയ്ക്കുന്ന വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ നടുക്ക് ഭാഗമൊക്കെ ഞാൻ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഷോൾഡർ സ്റ്റിച്ച് ചെയ്ത് കിട്ടിയ നടുക്ക് ഭാഗം. അപ്പോൾ അത് ഈ സ്ലീവിൻ്റെ നടുക്കൊരു മാർക്കിംഗ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ മാർക്കിംഗ് ഉള്ള ഭാഗത്ത് നടുക്കാണത് സ്ലീവിൻ്റെ. ആ മാർക്കിംഗ് ഈ കറക്റ്റ് സ്റ്റിച്ചിങ്ങിൻ്റെ അടുത്ത് വെച്ചിട്ട് ഒന്ന് തയ്ച്ച് ചേർക്കാം. അപ്പോൾ ഇത് കറക്റ്റായിട്ട് അങ്ങോട്ടും അതുപോലെ തിരിച്ചും തയ്ച്ച് ചേർക്കാം. അപ്പോൾ നമ്മൾ തയ്ച്ച് ചേർത്തിട്ടുണ്ട്. ഇതാണ് ഷോൾഡർ. ഈ രീതിയിലാണ് സ്ലീവ് വരുന്നത്. അപ്പോൾ ഇതേപോലെ തന്നെ നമുക്ക് അപ്പുറത്തെ കൈയുടെയും സ്ലീവ് തയ്ച്ച് ചേർക്കാം. അപ്പോൾ ഇതാണ് സ്ലീവ് 2 വെച്ചിട്ട് ഇതുപോലെയാണ് കിട്ടുന്നത്. ഇനി ചെയ്യേണ്ടത് നമുക്ക് ഇതിൻ്റെ ഷേപ്പ് വരയ്ക്കണം. അത് സൈഡ് അടിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മുടെ കൈയളവ് എടുത്തിട്ട് ഇവിടെ ഒരു ഇങ്ങനെ വരച്ചിട്ട് ഒരു ഇഞ്ച് എടുത്തിട്ട് ഇപ്പുറത്തൊരു 1/2 ഇഞ്ച് താഴെ വരുന്ന രീതിയിൽ മാത്രം തയ്ക്കും. അതായത് ഇവിടെ ഒരു 1/2 ഇഞ്ച് മാത്രമേ നമ്മൾ കൊടുക്കൂ. ആ 1/2 ഇഞ്ചിൻ്റെ തൊട്ട് മേലായിട്ട് 1 ഇഞ്ച് എടുത്ത് ഇതുപോലെ 1 ഇഞ്ച് വരെ വരയ്ക്കും. അപ്പോൾ ഞാനിവിടെ ഒന്ന് വരച്ച് കാണിച്ചു തരാം. അപ്പോൾ ഇവിടെ വരച്ച് ഇടുന്നതിന് മുമ്പ് നമ്മുടെ കൈയളവെന്ന് പറയുന്നത് 5/2
ഇഞ്ചാണ്. ആ 5.5 ഇഞ്ച് എന്ത് ചെയ്യുക, സ്ലീവിൻ്റെ അളവാണെന്ത് 5.5 ഇഞ്ച്. ആ 5.5 ഇഞ്ച് നമുക്കിവിടെ നിന്ന് എടുക്കാം. അപ്പോൾ 5.5 ഇഞ്ച് മാർക്ക് ചെയ്യുക. 5.5 6 കുഴപ്പമില്ല, കാരണം നമുക്ക് വീണ്ടും ഷേപ്പ് ചെയ്യാമല്ലോ. അപ്പോൾ ആ ഒരു 5.5 ഇഞ്ച് എടുത്ത് ഇങ്ങനെ വരച്ച് നല്ലപോലെ ഷേപ്പ് ചെയ്ത് വരച്ച്, ലൂസൊക്കെ ആവശ്യത്തിനിട്ട് വരച്ച് ഇവിടം വരെ കൊണ്ടുവന്ന്, എന്നിട്ട് പിന്നെ 1 ഇഞ്ച് മാറ്റിയിട്ട് ഇവിടെ ഈ 1/2 ഇഞ്ച് മാത്രം ഒന്ന് ചേർക്കും. ഇവിടുത്തെ ഈ 1 ഇഞ്ച് നമ്മൾ ഗ്യാപ്പായിട്ട് ഇട്ടേക്ക്, അവിടെ തയ്ക്കത്തില്ല. അപ്പോൾ അതൊന്ന് തയ്ക്കാം. അവിടെ വരെ തയ്ച്ച് കൊണ്ടുവന്നൊന്ന് ലോക്ക് ചെയ്യാം. എന്നിട്ട് ആ 1 ഇഞ്ചൊന്ന് കളഞ്ഞിട്ട് വീണ്ടും താഴെ ഒരു 1/2 ഇഞ്ച് മാത്രം തയ്ച്ചാൽ മതി. താഴെ ഒരു 1/2 ഇഞ്ചും കൂടെ ഒന്ന് ലോക്ക് ചെയ്ത് തയ്ച്ചു കൊടുക്കാം. അപ്പോൾ നമുക്ക് ഈ ഡ്രസ്സ് ഷേപ്പ് ചെയ്യണമെങ്കിൽ ഈ സൈഡിൽ ഷേപ്പ് ചെയ്യാൻ പാടില്ല. പകരം നമ്മൾ ബാക്ക് സൈഡിൽ ഡാർട്ട് അടിച്ചുകൊണ്ട് എന്ത് ചെയ്യാവുള്ളൂ, ഷേപ്പ് ചെയ്യാവുള്ളൂ, അല്ലെങ്കിൽ ഈ ഹോള് പോവും. അപ്പോൾ അതാണ്ട് ഈ രീതിയിലാണ് നമുക്ക് ആ തയ്യൽ കിട്ടുന്നത്. ആ തയ്യലിൻ്റെ ആ 1 ഇഞ്ച് ഒരു ഗ്യാപ്പ് ഇട്ടില്ലേ, അപ്പോൾ അത് ഇതുപോലൊരു ഹോളായിട്ട് വരും. അപ്പോൾ അതിൻ്റെ ചുറ്റും നമുക്ക് ഒന്ന് തയ്ച്ച് ഒന്ന് കൊടുക്കുക, ഇതുപോലെ ഒന്ന് തയ്ച്ച് കൊടുക്കാം. അപ്പോൾ അത് ലോക്ക് ചെയ്തിട്ടുണ്ട്. ഇനി അടുത്തത് ദാണ്ട് ഇതിൻ്റെ ഈ മൊത്തം നമുക്ക് കിട്ടിയ ലെങ്ത്തിൻ്റെ ആ താഴ്ഭാഗം മൊത്തം നമുക്കൊന്ന് അളന്നെടുക്കണം. എങ്കിലേ അതിൻ്റെ അളവനുസരിച്ച് നമുക്ക് സ്കേർട്ട് എത്രത്തോളം വെട്ടണം എന്നറിയാൻ പറ്റും. അപ്പോൾ ഞാൻ ഈ തയ്ച്ച ആ ഒരു ഭാഗത്തിൻ്റെ ഫ്രണ്ടും ബാക്കും എല്ലാം കൂടെ ചേർത്തിട്ട് അതിൻ്റെ താഴ്ഭാഗം മാത്രം ഒന്ന് മെഷർ ചെയ്തെടുക്കുവാണ്. അപ്പോൾ ഇതുപോലെ നമുക്കൊന്ന് ചേർത്ത് മെഷർ ചെയ്ത് നോക്കാം. അപ്പോൾ ഇവിടുത്തെ മെഷർമെൻറ്റ് എനിക്ക് 56 ഇഞ്ചാണ് വന്നത്. അപ്പോൾ 56-ൻ്റെ 1/3 ഭാഗം എന്ന് പറയുമ്പോൾ 18.6 ഇഞ്ചാണ് എനിക്ക് ഇവിടെ എടുക്കുന്നത്. അപ്പോൾ അതിനായിട്ട് നമ്മുടെ സ്കേർട്ട് വെട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഭാഗം എടുത്തേക്കുന്നത്. അപ്പോൾ സ്കേർട്ട് വെട്ടാൻ വേണ്ടിയിട്ട് ഈ രീതിയിൽ നമുക്ക് തുണി മടക്കിയിടാം. ഇത് ഒറ്റ മടക്കേ ഉള്ളൂ. ഈ രീതിയിലാണ് ഞാൻ തുണി മടക്കിയിട്ടേക്കുന്നത്. നടുക്ക് ഭാഗമാണ് എടുത്തേക്കുന്നത്. എന്നിട്ട് അത് വീണ്ടും ഒന്നും കൂടെ ഒന്ന് മടക്കി കോണിച്ചിടാം. ഈ രീതിയിലൊന്ന് മടക്കിയിടാം. അതുകൊണ്ട് നമ്മൾ നേരത്തെ എടുത്ത ആ 18.6 ഇഞ്ച് എന്നുള്ളത് എന്ത് ചെയ്യാം, ഈ കോർണറിൽ നിന്ന് ഒന്ന് എടുത്ത് മാർക്ക് ചെയ്യാം. 18.6 ഇഞ്ച്. അപ്പോൾ അതൊന്ന് എന്ത് ചെയ്യാം, ഇതുപോലെ സർക്കിളിൽ വരച്ചു കൊടുക്കാം. അതൊന്ന് വെട്ടാം. ഇനി അതുപോലെ തന്നെ താഴ്ഭാഗം നമുക്ക് എത്രയാണോ നമ്മുടെ ആ സ്കേർട്ടിൻ്റെ നീളം വേണ്ടുന്നത് ആ നീളം എടുത്ത് എന്ത് ചെയ്യാം, അതും പിന്നെ ഒരു 1/2 ഇഞ്ച് അല്ലെങ്കിൽ 1 ഇഞ്ച് എങ്ങാനും എന്ത് ചെയ്യുക, തയ്യൽത്തുമ്പിന് 1 ഇഞ്ച് തയ്യൽത്തുമ്പിന് വിട്ടാം. അപ്പോൾ തയ്യൽത്തുമ്പിന് 1 ഇഞ്ചും കൂടെ വിട്ട് എനിക്കിവിടെ വേണ്ടുന്നത് 25 ഇഞ്ചാണ്. ആ 25 ഇഞ്ച് ഞാൻ എന്ത് ചെയ്യുന്നു, ഇവിടെ നിന്ന് മാർക്ക് ചെയ്ത് അതും ഒരു സർക്കുലർ ഷേപ്പിൽ മാർക്ക് ചെയ്ത് വെട്ടാൻ പോവാണ്. അപ്പോൾ അതാണ്ട് നമ്മുടെ ടോപ്പ് ഭാഗമാണിത്. അതിൻ്റെ താഴ്ഭാഗത്തായിട്ട് ഇതുപോലെ എന്ത് ചെയ്യാം, ആ സ്കേർട്ടിൻ്റെ മേൽഭാഗം ഇതുപോലെ നല്ല വശം വരുന്ന രീതിയിൽ ചേർത്ത് വെച്ചുകൊണ്ട് ഇവിടെ ഒന്ന് തയ്ച്ച് കൊടുക്കാം. അങ്ങനെ മൊത്തം കൂടെ തയ്ച്ച് വെക്കാം. അപ്പോൾ കറക്റ്റ് അളവെടുത്തത് കൊണ്ട് ഇവിടെ കൃത്യമായിട്ട് വരും. ഇനി അഥവാ നിങ്ങൾക്ക് അളവെങ്ങാനും വലുതായിട്ട് വരുവാണെന്നുണ്ടെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഒരു ഞൊറിവ് വിട്ടാലും മതി. അപ്പോൾ അത് ആദ്യം ഇതിനെന്ത് ചെയ്യണം, ഈ അളവ് മൊത്തത്തിൽ എടുത്തൊന്ന് മുട്ട സൂചി വെച്ച് കുത്തി വെച്ച് അത്രയും നല്ല കാര്യം. അപ്പോൾ ഇത് ബാക്കി തുണി വന്നതിലുള്ള ഭാഗമാണ്. അപ്പോൾ അത് നമുക്ക് കുറച്ച് സ്ട്രിപ്പായിട്ട് ഇങ്ങനെ വെട്ടിയെടുക്കണം. ഒരു 2 ഇഞ്ച് അല്ലെങ്കിൽ 1.5 ഇഞ്ച് നീളമുള്ള കുറച്ച് സ്ട്രിപ്പുകളായിട്ട് വെട്ടിയെടുക്കണം. അത് നമുക്ക് ഈ റാപ്പ് ടോപ്പിൻ്റെ ഓപ്പണിംഗ് ഭാഗത്തിൽ വെച്ച് തയ്ക്കാൻ വേണ്ടിയിട്ടാണ്. എന്നാലേ എന്ത് ചെയ്യത്തുള്ളൂ, ഓപ്പണിംഗ് ഭാഗത്തൊരു കട്ടി വരത്തുള്ളൂ. അപ്പോൾ അതാണ്ട് ഞാനീ ഓരോ സ്ട്രിപ്പും എടുത്ത് ചേർത്ത് തയ്ച്ചിട്ടുണ്ട്. അതാണ്ട് ഇവിടെ ചേർത്ത് തയ്ച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക്
ഇതുപോലെ നല്ല നീളത്തിൽ വേണം ചേർത്ത് വെക്കാൻ. കാരണം ഓപ്പണിംഗ് മൊത്തം നമുക്ക് തയ്ച്ചെടുക്കണം. അപ്പോൾ ദാണ്ട റാപ്പ് ടോപ്പിൻ്റെ ഓപ്പണിംഗ് ആണിത്. ആ കഴുത്തും അതുപോലെ ആ ഫ്രണ്ടിലും വരുന്ന ഓപ്പണിംഗ് 2 ഭാഗത്തുള്ള കഴുത്തുൾപ്പെടെയുള്ള ഓപ്പണിങ്ങിൽ മൊത്തം ഈ സ്ട്രിപ്പ് നമുക്ക് വെച്ച് തയ്ക്കണം. അതായത് ഉടുപ്പിൻ്റെ അതായത് ആ ഓപ്പണിങ്ങിൻ്റെ നല്ല ഭാഗവും സ്ട്രിപ്പിൻ്റെ നല്ല ഭാഗവും കൂടെ ചേർത്ത് വെച്ച് വേണം തയ്ക്കാൻ. ഞാനത് തയ്ക്കാനായിട്ട് പോവാണ്. ഒരറ്റത്തുനിന്ന് തുടങ്ങാം. അപ്പോൾ ദാണ്ട ഇത് തുണിയുടെ നല്ല വശമാണ്. അതിൻ്റെ കൂടെ ഈ സ്ട്രിപ്പിൻ്റെ നല്ല വശം കൂടി ഇങ്ങനെ ചേർത്ത് വെച്ചിട്ട് തയ്ക്കാം. അപ്പോൾ ദാണ്ട ഇതുപോലെ ചേർത്ത് വെച്ചിട്ട് ഇങ്ങനെ തയ്ച്ച് എല്ലാ ഭാഗത്തും ഇതുപോലെ തന്നെ നല്ല വശം കൂടെ ചേർത്ത് ഇങ്ങനെ തയ്ച്ച് മൊത്തം കഴുത്തിൻ്റെ ഭാഗവും എല്ലാം ഓപ്പണിങ്ങും കഴുത്തിൻ്റെ ഭാഗവും എല്ലാം തയ്ച്ച് എടുക്കാം. മൊത്തം നമ്മളിവിടെ തയ്ച്ച് ചേർത്തിട്ടുണ്ട്. ദാണ്ട് ഇവിടെ നിന്നാണ് ഞാൻ തുടങ്ങിയത്. ഇവിടെ നിന്ന് ഇങ്ങനെ തയ്ച്ച് ഇതുപോലെ അകത്തോട്ടും കയറ്റി മടക്കി അടിച്ചിട്ടുണ്ട്. തയ്ച്ചുമൊക്കെ മാത്രമല്ല മടക്കി അടിക്കാൻ വേണ്ടി ചെയ്തിട്ടുണ്ട്. ഇവിടെയൊക്കെ ഇതുപോലെ തന്നെ എന്ത് ചെയ്യുക, ആ ഒരു ഷേപ്പൊക്കെ കൃത്യമായിട്ട് വരണം. അപ്പോൾ ഞാൻ മൊത്തം തയ്ച്ചിട്ടുണ്ട്. കഴുത്തിൻ്റെ ഭാഗമൊക്കെ തയ്ച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെയൊക്കെ കറക്റ്റ് ഷേപ്പിൽ തന്നെ വരണം, വ്യത്യാസമൊന്നും വരാൻ പാടില്ല. ഇതാണൊക്കെ തന്നെ തയ്ച്ച് വെക്കുക. ഫുള്ള് തയ്ച്ചേക്കാണ്. അത് ഞാനൊന്ന് കാണിച്ചു തരാണ്. ഈ ഷേപ്പിന് വ്യത്യാസമൊന്നും വരരുത്. ദാണ്ട നടുക്കുള്ള ട്രയാങ്കിൾ ഷേപ്പൊക്കെ വന്നേക്കണം. അതുപോലെ ആ താഴ്ഭാഗം ഞാൻ തയ്ച്ചിട്ടുണ്ട്. അത് ഞാൻ ജസ്റ്റ് അത് സ്ട്രിപ്പ് വെച്ചിട്ട് അല്ല തയ്ച്ചേക്കുന്നത്, പകരം മടക്കി അങ്ങ് തയ്ച്ചേക്കാണ്. നമ്മളിൽ 1 ഇഞ്ച് അധികം എടുത്തായിരുന്നല്ലോ, അപ്പോൾ അത് തന്നെ അങ്ങ് മടക്കി മൊത്തം ആ താഴ്ഭാഗം മൊത്തം തയ്ച്ച് വെച്ചിട്ടുണ്ട്. മടക്കി തയ്ക്കുകയാണ്. ഇനി ദാണ്ട് ആ ഭാഗത്തായിട്ട് നമുക്ക് എന്ത് ചെയ്യണം, 2 വള്ളി കൂടി വെക്കണം. അപ്പോൾ ആ വള്ളി വെക്കുന്നതിന് വേണ്ടിയിട്ട് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് പറയാം. അപ്പോൾ ദാണ്ട വള്ളി വെക്കാൻ വേണ്ടിയിട്ട് വേറൊരു തുണിയുടെ പീസ്, അതൊരു വലിയ സ്ട്രിപ്പ് പീസാണ്. ഒരു 1.5-2 ഇഞ്ചിൻ്റെ പീസ് എടുക്കുക. അതുപോലെ അതിങ്ങനെ മടക്കുക. മടക്കിയതിന് ശേഷം ആ സൈഡൊന്ന് നല്ലപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഇനി ഈ ഒരു പിന്ന് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇത് മറിച്ചിടാം. അതിന് വേണ്ടി ഇതാണ്ട് ഈ പിന്ന് ഇതുപോലെ ആ സ്റ്റിച്ച് ചെയ്തെടുത്തോട്ടൊന്ന് കുത്തി വെക്കുക. ദാണ്ട് ഈ പിന്ന് ഇതുപോലെ ആ തയ്ച്ച ഭാഗത്ത് കുത്തിയിട്ട് അകത്തോട്ട് ഇതുപോലെ അകത്തോട്ടാക്കി നമുക്കിത് തിരിച്ചിടാം. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ ഈ പിന്നിനെ ഇങ്ങനെ വെളിയിൽ കൊണ്ടുപോകാം. അപ്പോൾ ദാണ്ട് ഇതുപോലെ നമുക്ക് 2 വള്ളികൾ തയ്ച്ചെടുക്കാം. ഈ 2 വള്ളികളും നമുക്ക് ഡ്രസ്സിൽ വെച്ച് ചേർക്കാം. ഇപ്പോൾ ചേർത്ത് കഴിയുമ്പോൾ ഇതുപോലെ ഒരു റിസൾട്ടാണ് കിട്ടുന്നത്. ദാണ്ട് ഇവിടെ ഒരു വള്ളി ഞാൻ ലോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് അകത്ത് വെച്ചാണ് ലോക്ക് ചെയ്തേക്കുന്നത്. അതുപോലെ ഇപ്പുറത്തെ സൈഡിലും വള്ളി വെച്ച് ലോക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയുള്ള സ്റ്റിച്ചിങ്. ഇനി നമുക്ക് ഫൈനൽ റിസൾട്ട് നോക്കാം. ഈ രീതിയിലാണ് എനിക്ക് റാപ്പ് ടോപ്പ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഞാൻ ഇട്ട് നോക്കിയിട്ട് എനിക്ക് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സോ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ ആൻഡ് ലൈക്ക് ആൻഡ് ഷെയർ.